ഹായ് ഓൾ, ബിഗ് ബോസ് മലയാള സീസൺ 7 ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. നാണം ഉണ്ടോ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. നാണമുണ്ടോ? ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് കണ്ടതെന്നാണ് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നത്. അനുമോളോട് മാത്രമല്ല, ഈ വിഷയം സംസാരിച്ച് എല്ലാവരോടും ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. നാണമുണ്ടോ? ചില യൂട്യൂബ് ചാനലുകളുണ്ട്, മഞ്ഞപ്രോ മച്ചാൻ, കുളിർ വ്ളോഗ്സ്, ഇവരുടെയൊക്കെ മെയിൻ സബ്ജക്റ്റ് ഇതാണ്. രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നാലും കിടന്നാലും പുതച്ചാലും ഒക്കെ ഇവന്മാർക്ക് പ്രശ്നമാണ്. അപ്പം ഇവരുടെ എന്തോ താഴെ പോകും. ഇപ്പോൾ റീസെൻ്റായിട്ട് ആ മഞ്ഞപ്രോ മച്ചാൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് ജിസയിലും ആര്യനും കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. അതുപോലും ഈ മഞ്ഞപ്രോ മച്ചാനും മഞ്ഞയാണ്, ഒരു രക്ഷയില്ല. മറ്റേ കുളിർ വ്ളോഗ്സോ അത് ഇതിലും കഷ്ടമാണ്, കട്ട മഞ്ഞയാണ്. അതുമാത്രമല്ല, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. കുളിർ വ്ളോഗ്സിൻ്റെ ഒരു മെയിൻ ആയിട്ടാണ് വോയിസ് നോട്ട്സ് പ്ലേ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരുത്തിയുടെയൊക്കെ വോയിസ് നോട്ട് പ്ലേ ചെയ്യും. ഒരുപക്ഷെ ഇവൻ തന്നെ പറഞ്ഞ് അറേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും അത്. കഴിഞ്ഞ സീസണിലൊക്കെ ജാസ്മിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വോയിസ് നോട്ട് ഇറക്കിയ ടീമാണ് ഇതൊക്കെ. ആ സമയത്ത് ഏതൊരു തമിഴ് ടീമിൻ്റെ വരെ വോയിസ് പ്ലേ ചെയ്തതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിപ്പോൾ ഡീഗ്രേഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അനുമോളെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഏതായാലും ഇത്തവണ ലേറ്റസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ വിഷമമാണ്. വലിയ കാര്യമൊന്നുമില്ല, അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെന്തൊരു ദുരന്തമാണ്. അവർ സൈക്കോളജിസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ, ഡിസ്റ്റൻ്റ് ആയിട്ട് കോഴ്സൊക്കെ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ ഒരു പാടുമില്ല. പക്ഷെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കട്ട ശോകമാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന് അവരുടെ ആ വോയിസിൽ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഒരു ഉടായ്പ് ഫീൽ കിട്ടും. കുളിരിന് ആ വീഡിയോയിൽ ആ സൈക്കോളജിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കായിരുന്നു. അവരാരെങ്കിലും കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുകളൊന്ന് രക്ഷപ്പെട്ടോട്ടെ. ഈ കുളിരൻ വ്ളോഗ്സ് ചാനലിന് വീഡിയോ ചെയ്യാൻ വേണ്ടി വോയിസ് നോട്ട് ഇട്ട് കൊടുക്കാനും മാത്രം അത്ര അതപ്പതിച്ച ഒരു സൈക്കോളജിസ്റ്റ് ആണല്ലോ അത്. ലാലേട്ടൻ ഈ എപ്പിസോഡിൽ പരിപാടി ഒന്ന് കത്തിച്ചാൽ ഇവന്മാർ ഒന്നില്ലെങ്കിൽ ന്യായീകരിച്ച് മെഴുകും, അല്ലെങ്കിൽ തിരിച്ച് വെല്ലുവിളി സ്റ്റൈലിലുള്ള പരിപാടിയൊക്കെ കാണിച്ച് ലാലേട്ടനെ കുറ്റം പറയും. അല്ലാതെ ഈ സദാചാരക്കാർക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ലോജിക്കോ കോമൺ സെൻസോ ഒന്നും പ്രശ്നമല്ല, സദാചാരമാണ് മെയിൻ. എനിവേ, തിരിച്ച് പ്രൊമോയിലേക്ക് വന്നാൽ, രണ്ട് പ്രൊമോയിലും ലാലേട്ടൻ കട്ട കലിപ്പിലാണ് വന്നിരിക്കുന്നത്. പ്രൊമോയിൽ ലാലേട്ടൻ സൂചിപ്പിച്ച ഷോയുടെ റെപ്യൂട്ടേഷൻ അത് നോക്കണം. ഈ സദാചാരവാദികളെയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാൻ പറ്റിയാൽ ഈ ഷോയിൽ അല്പമെങ്കിലും പ്രതീക്ഷ ഉണ്ടെന്ന് പറയാം. ഒരു റിയാലിറ്റി ഷോ അല്ലേ, മറിച്ച് ഈ പ്രൊമോയിൽ കാണുന്ന പോലെ അല്ലാതെ സദാചാരവാദികളെയും ആൾക്കൂട്ട വിചാരണ നടത്തിയവരെയെല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ് ലാലേട്ടൻ ചെയ്യുന്നതെങ്കിൽ ഈ ഷോയും ഈ പറഞ്ഞ മഞ്ഞ ചാനലുകളും ലാലേട്ടനും ഒക്കെ ഒരേപോലെയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്